എന്നത്തെയും പോലെ ഒരു വളരെ സന്തോഷകരമായ ഒരു ദിവസമല്ല നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇന്നലെ നമ്മളെയൊക്കെ നടുക്കിയ ഒരു വലിയ ദുരന്തം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുണ്ടായി. തമിഴ്നാട്ടിൽ ഒട്ടും നിലച്ചിരിക്കാതെ വന്ന ഒരു മഹാദുരന്തം. 40ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദുരന്തം. 150ഓളം പേര് പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ഒന്നും സംഭവിച്ചത് ഈ അറിഞ്ഞുകൊണ്ട് വരുത്തിയൊരു ദുരന്തമല്ല. പക്ഷേ കുറച്ച് മുൻകരുതലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം വരുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. കരൂരിൽ TVKയുടെ റാലി, വിജയുടെ റാലി എല്ലാ 4ാമത്തെ ശനിയാഴ്ചകളിലും റാലി നടത്താറുണ്ട്. കഴിഞ്ഞ കുറച്ച് 3 ആഴ്ചകളായി വിജയ്. അങ്ങനെ ഇന്നലെ നടത്തിയ റാലിയാണ്. ആ റാലിയാണ് വലിയൊരു ദുരന്തത്തിൽ പോയി എത്തിച്ചേർന്നത്. അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകൾ അവിടെ വന്നു. ആളുകൾ തിങ്ങിക്കൂടി. രാവിലെ മുതൽ കാത്തു നിൽക്കുകയായിരുന്നു വിജയിയെ കാണാനായി. വിജയ് എത്തിയപ്പോഴേക്കും താമസിച്ചു. അവിടേക്ക് ആ റാലി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴും വിജയ് എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ അത്രയും സമയം കാത്തുനിന്ന ആളുകൾ, കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ ഒരേ നിൽപ്പ് നിന്ന മനുഷ്യർ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുഴഞ്ഞു വീണു. പിന്നെ അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോയി കലാശിച്ചു. 39 പേർക്കാണ് നിലവിൽ ജീവൻ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ച് പുറത്തു വരുന്ന വാർത്തകളൊക്കെയും. അതിലും എത്രയോ മടങ്ങു പേർ ആശുപത്രികളിൽ കിടപ്പുണ്ട്. ഉറ്റവരുടെയൊക്കെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ തൊട്ട് മുൻപ് പോലും നമ്മൾ കണ്ട ഒരു ഫ്രെയിം അത് തന്നെയാണ്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നയാൾ ആ ഒരു സമയം കഴിയുമ്പോൾ ഒപ്പമില്ല എന്നൊരു തിരിച്ചറിവാണ്. അതായത് കൂടെ ഉള്ള ആളുകളൊക്കെയും മരണപ്പെട്ട് വീഴുന്നു, ചികിത്സയ്ക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പക്ഷേ ധനസഹായത്തിനൊക്കെ അപ്പുറം കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വീണ് മരിച്ചു പോകും. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് ഒരു പണത്തിനും ഒരു സഹായത്തിനും വീട്ടാൻ പറ്റില്ല, അതിനെ ഒന്നും മൂടാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ആരുടെ വീഴ്ചയാണ്, ആരുടെ അനാസ്ഥയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് ഇനി ഒരു വിശദീകരണം വേണ്ടത്, അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുള്ളത്.